എങ്ങാനും കൊടുത്താ ഓടിച്ചു മടക്കി ആറ്റിലോട്ടറിയും. ഓർത്തോ? കന്യാമറിയാണ് സത്യം. ഞാൻ ഒറ്റയ്ക്കല്ല. എല്ലാരും ഉറങ്ങിയോടാ? അറിയാമില്ല. അച്ഛൻ പറഞ്ഞ പട്ടികളെ രണ്ടും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. നടക്ക്. എന്താ സമയത്ത്? കപ്പലയ്ക്ക് തീ പിടിച്ചു. ആരോ തീ വെച്ചതാ. കർത്താവേ, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? കാളിയാറച്ചനൊരു കാലന. വരാൻ സമയവും കാലവും നോക്കുകയല്ല. നീ എനിക്കെതിരെ രൂപതാ കച്ചേരി പരാതി കൊടുക്കും അല്ലെ? ഊസും പട്ടോളെ. അവള് ചത്തു. എടുത്ത കിണറ്റിലിട്ടത്. അച്ഛോ, പറഞ്ഞ പോലെ കേട്ടാ മതി. നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ആണ്. കാളിയാറച്ചൻ ആളൊരു മൂർഖനാ, ലോകേട്ട പിശാച്. അങ്ങേര് പറഞ്ഞതനുസരിച്ചില്ല എന്നെ കൊന്നു കളഞ്ഞന്. നിവർത്തില്ലാഞ്ഞോണ്ടാ ഞാൻ അങ്ങേർക്ക് കൂട്ടുന്നത്. എനിക്കിനി ജീവിക്കണ്ടായേ. ഒരു കൊടും പാദത്തിൽ കൂട്ടുന്ന മഹാഭാവിയാ ഞാൻ. പറഞ്ഞതൊക്കെ നീ ഇനി മാറ്റി പറയൂടാ റാസ്കൽ. ഇല്ല സാറ്. പറഞ്ഞില്ലേ നിനക്ക് കൊള്ളാം, പറഞ്ഞാൽ അന്ന് നിന്റെ അന്തിമ. ഒരുപാട് സ്നേഹവും സഹായങ്ങളും തന്ന സിസ്റ്റർ അമലയുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള പലതും ദീനാമയ്ക്കറിയാം. ദീനാമയുടെ ഭർത്താവിൻ്റെ സഹായവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദീനാമയും ഭർത്താവിന് കൂട്ടുന്നു. അതിൻ്റെ കുറ്റബോധം ദീനാമയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു. അതിന് തെളിവാണ് ദീനാമ കാണുന്ന ദുസ്വപ്നങ്ങളും ഈ ഏലസ് കെട്ടലുമൊക്കെ. ശരിയല്ലേ? എനിക്കൊന്നും അറിയാൻ മേലെ സാറേ. തെറ്റ്. അങ്ങനെ ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞാൽ അത് കർത്താവിന് നിരക്കാത്ത പച്ചക്കള്ളം. എന്തെങ്കിലുമൊക്കെ നിന്റെ കെട്ടിയോ ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞടി. ഇനിയും നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിച്ച് നിന്നെ ടണലിയാൻ കേൾക്കും. എന്നെ ദണ്ഡിപ്പിക്കല്ലേ സാറന്മാരെ. എങ്കിൽ പറ. ഞാനെല്ലാം പറയാം. അന്നൊരു ദിവസം മഠത്തിലെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ നാളെ രാത്രി മുഴുവൻ പട്ടികൾ കൂട്ടി തന്നെ കിടക്കണം. കൊരക്കേ വരുത്. രണ്ടെണ്ണത്തിനും ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം. വെറുതെ എങ്ങനെയാ കാർലോ സാറേ? വെറുതെ വേണ്ടടോ.
ഇത് വെച്ചോ. ഇതുകൊണ്ട് എന്നെ ആവാനാ സാറേ? എമ്പടി ദുരിതം പിടിച്ച പണിയാ. ചതിയല്ലയോ ചെയ്യുന്നേ? നാ. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞ പോലെ. സാറേ, പാപ്പി ഏറ്റതാ. ശരി. അതെ, എന്നാത്തിനാ ആ കരടി എമ്പടി കാശ് തന്നിച്ചു പോയത്? മഠത്തിലെ പട്ടികളെ ഉറക്കാൻ. മഠത്തിലെ പട്ടികളെ ഓർക്കാനോ? എന്നിട്ട് അങ്ങേർക്ക് കക്കം കയറാനാണോ? അയാൾക്ക് രാത്രി മഠത്തിൽ എന്തോ പണിയൊപ്പിക്കാനാ. നീ അത്ര അറിഞ്ഞാ മതി. മരണം നടന്ന തലേന്ന് അധികം പട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോ അതുകളെ കുറ്റി കെട്ടിയിട്ടേച്ചും വെച്ച് കുത്തിവെച്ചു. എന്നിട്ട് മഠത്തിൽ കൊണ്ടുപോയി കൂട്ടി കയറ്റിയിട്ടു. വിമലാമ്മയോട് തുറന്നു വിടണ്ടായെന്നും പട്ടികൾക്ക് വരെ ഇളക്കാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും അധികം കള്ളം പറഞ്ഞു. ഞാൻ മടത്തി ചെല്ലുമ്പം കിണറ്റിൻകര മാതറമ്മച്ചിയും മറ്റമ്മമാരും ഒക്കെ നിപ്പുണ്ടായിരുന്നു. അപ്പോഴാ ഞാൻ കാണുന്നേ അമലാമ്മ മരിച്ചു കിടക്കുന്നത്. അന്നേരം സാറേ, അമലാമ്മച്ചിയെ കൊല്ലാൻ മടത്തിൽ കയറാൻ ആ ചെകുത്താൻ പട്ടികളെ മയക്കി കിടത്താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അമല സിസ്റ്ററുടെ മരണത്തിന് ശേഷം കാർലോസ് വീട്ടിൽ വന്നിരുന്നു. എന്തിന്? കാർലോസ് വന്നിച്ച് അതിയാനോട് പറഞ്ഞു, പോലീസ് അന്വേഷണം നടക്കുമ്പോ എന്തെങ്കിലും കാരണവശാൽ അതിയാനെ പിടിക്കുകയാണെങ്കിൽ കാളിയാറച്ചനെ അമലാമ്മയെ കൊന്നെന്ന് പറഞ്ഞേക്കണമെന്ന്. പറ്റിയല്ലാന്ന് പറഞ്ഞപ്പോ കത്തി കാണിച്ച് പേടിപ്പിച്ചു. കുത്തി പണ്ടം തുറന്ന് ചെള്ള നിറച്ച് കാരി താത്തൂന്നും പറഞ്ഞു. പ്രാണം പേടിച്ച് അധികം സമ്മതിച്ചു. അന്നേരം കുറച്ച് രൂപയും തന്നു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയാൻ മേല. അതിയാനെ ജയിലിൽ അടക്കില്ലേ സാറേ? ആരെയും കുത്താനും കൊല്ലാനും ഉള്ള ചങ്കുറിപ്പൊന്നും അങ്ങേർക്കില്ല. ആ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ. അതിയാൻ എന്തിയാ സാർ? അതിയാനെ ഞങ്ങള് പൊണ്ണത്തടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സ അയച്ചിരിക്കുക. വേണ്ട. മോളെ, സ്റ്റേറ്റ്മെന്റ് വാങ്ങിയവരെ കസ്റ്റഡിയിൽ. അൻവറിന്റെ സെൽഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. വയർലെസ് വിളിക്കേ. സർ. ഹലോ ഹലോ ഹലോ. വയർലെസ് ഓഫാണ് സാർ. അൻവർ സാറും കർത്താവും കൂടി പാപ്പിയെ പപ്പടാക്കിണ്ടാവും സാർ. മൈ ഗോഡ്. ഫോളോ മീ. ഞാൻ പറഞ്ഞില്ലേ, എവറിത്തിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ്. പണിക്കരെ, യു ആൻഡ് യുവർ ബോയ്സ് ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു. എന്താ അതിന് പറയാ, ഒരു തരം വൃത്തികെട്ട അസൂയ. അൻവർ എവിടെയാണ് സാർ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാളിയാർ അച്ഛനാണ് സിസ്റ്റർ അമലയെ കൊന്നതെന്നുള്ള പാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ പ്ലീസ്, വേർ ഇസ് അൻവർ? അൻവറും കർത്താവും ഒരു ഫുൾ ബറ്റാലിയൻ കൂടി കാളിയാർ കോട്ടയിലേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു. മൈ ഗോഡ്. വിത്തിൻ ആൻ അവർ അവർ അച്ഛനെയും കൊണ്ട് ഇവിടെ എത്തും. നോ യൂസ്. ബറ്റാലിയനിലുള്ള എല്ലാ വയർലെസ് സെറ്റുകളും ഓൺ ദ വേയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളും ഓഫ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. മുകളിൽ നിന്നുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. Because I want to be a good officer and a gentleman before I leave the department. Sir, you are thoroughly mistaken. കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യണം? Isho, what do you mean? Sir, please, we have to stop this operation. Please come. ഈ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നു വന്ന നീ മോഷ്ടാവാണോ, കൊലപാതകയാണോ, വേശ്യയാണോ, പലിശക്കാരനാണോ, പണ്ഡിതനാണോ, പാമരനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ മനസ്സിൽ പാപച്ചുവടുണ്ടോ? ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചലഞ്ഞു കടന്ന അത്താണി, നിന്റെ രക്ഷകൻ ഇതാ ഈ ധ്യാനാലയത്തിനകത്തുണ്ട്. വഴിപഴച്ച കുഞ്ഞാടൊടുക്കം ഇടയന്റെ അടുത്തേക്ക് തന്നെ വന്നു അല്ലേ? അന്വേഷിച്ച അവസാനം പ്രായച്ചിത്തമില്ലാത്തൊരു തെറ്റിലേക്കാണല്ലോ റാവുത്തറെ താൻ ചെന്ന് എത്തിയത്. ഷെയ്ം. നോ, എല്ലാ തെളിവുകളും ഒരുമിച്ച് വിരൽ ചൂണ്ടുന്ന പ്രതിയുടെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു SP അല്ല അൾട്ടിമേറ്റ് ജുഡീഷ്യറി. കസ്റ്റഡിയിൽ വെച്ച് കൊല്ലാതെ 24 മണിക്കൂറിൽ നിങ്ങൾ എന്നെ പുറത്തു വിട്ടാൽ SP മുറിക്ക കുരുക്കിൽ നിന്ന് ഒരു മുടിനാര് പോലും പൊട്ടാതെ ഞാൻ പുറത്തു വരും. Don't try to show your gimmicks again, father. Let us push off.
മാറാനല്ലേ പറഞ്ഞത്? എന്നിട്ട് മാറ്റോ മാറ. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മാറാനല്ലേ പറഞ്ഞു? പള്ളിയിൽ പോലീസ് നടത്തിയ നരവേട്ടയെക്കുറിച്ച് ഐ ജിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് ലോ ആൻഡ് ഓർഡർ ഐ ജി എന്ന നിലയ്ക്ക് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ശക്തമായി തന്നെ അപലപിക്കുന്നു. ഐ ജി ദുഃഖിച്ചോണ്ട് അപലപിച്ചോണ്ട് മാത്രമല്ല ശരിയാവോ? SP അൻവർ റാവുത്തർ കാണിച്ച പ്രവൃത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഫാദർ ക്ലെമൻ കാളിയാറിനോടുള്ള മുൻവൈരാഗ്യം തീർക്കാൻ പോലീസ് സൂപ്രണ്ട് പദവി ദുരുപയോഗപ്പെടുത്തി തികച്ചും നാടകീയമായി തന്നെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് SP അൻവർ റാവുത്തർ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻ ഓൾ യുവർ പ്രസൻസ് ക്യാമറയും ഫ്ലാഷും ഒക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ ഇപ്പൊ വരും അവനെ കൊണ്ട്. സർ വൺ മോർ ക്വസ്റ്റ്യൻ. ഡാ, നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊണ്ടുവന്നാണ് കരുതിയോടാ പുല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച അച്ഛനെ കുത്തി കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തല്ലടാ റാസ്കൾ. സർ, കൂട്ടത്തിലൊരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു. യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ്. വെക്കണം സർ, വെക്കടോ. തനിക്കറിയാൻ മേലെ പണിക്കരെ, യവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാനും ആ മഹാപാപത്തിന് കൂട്ടുനിന്നു. തെറ്റിപ്പോയി. അൻവറിന്റെ വാക്ക് കേട്ടിട്ടല്ല സാർ ആ മഹാപാപത്തിന് കൂട്ടുനിന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ 10-12 മണിക്കൂർ സാർ അന്വേഷിച്ചു നടന്ന സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അൻവർ, കണക്ട് ദിസ്. ഞാനാ ഭയ്യ, എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു? കർദിനാൾ ഈസ് ലാൻഡഡ്. അച്ഛനെ അവസാനിപ്പിക്കാൻ ആൾ വരും. ഭയ്യ, കർദിനാൾ, ആരാ സാർ ഇവരൊക്കെ? എനിക്കറിയില്ല. അറിയും. ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. പറയണം സാർ. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്.
ഭയ്യ പുന്നശ്ശേരി പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസ. പെരുന്നാൾ കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ്. ആരാണിവൻ? കാർലോസ്, അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ. കാളിയാറച്ചനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത്? അമ്മച്ചിയെ കാണാൻ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു.